friends, welcome back to our channel. ഇന്നത്തെ വീഡിയോ കർസീവ് ലെറ്റേഴ്സിനെ കുറിച്ചാണ്. കൂട്ടുകാർക്ക് അറിയാമോ ഈ കർസീവ് ലെറ്റേഴ്സ് എന്നാൽ എന്താണെന്ന്? നമ്മൾ അക്ഷരങ്ങൾ കൂട്ടി എഴുതുന്നതിനെയാണ് കർസീവ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിന്ന് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എങ്ങനെ കൂട്ടി എഴുതാം എന്ന് പഠിക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കർസീവ് ലെറ്റേഴ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അവരുടെ ഉദ്ദേശിച്ചതുപോലെ ആയിക്കണമെന്ന് എനിക്കറിയില്ല. കർസീവ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹാൻഡ് റൈറ്റിംഗ് ആണ്. നമ്മളതായ രീതിയിൽ നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഈ കർസീവ് ലെറ്റേഴ്സ്. അപ്പോൾ അത് നമ്മളുടേതായ രീതിയിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ സ്റ്റൈലും മാറ്റം വരുത്താനൊക്കെ പറ്റും. ഇപ്പം ഞാനിവിടെ ഏകദേശം രൂപമാണ് കാണിക്കുന്നത്. അതിലൂടെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടേതായ ഒരു ഇഷ്ടത്തിന് നമ്മൾ കംഫർട്ടബിളായിട്ട് തോന്നുന്ന രീതിയിലേക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ചും കൂടെ മനോഹരമാക്കാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോരോ സ്റ്റൈലാണ് ഉണ്ടാവുക. നമ്മൾ തൽക്കാലമായിട്ട് അതിൻ്റെ ഏകദേശം ഒരു രൂപം, ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്തിട്ട് അതങ്ങ് ഡെവലപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ പ്രാക്ടീസിലൂടെ മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ആദ്യം പഠിക്കുക, പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എഴുതി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആ റൈറ്റിംഗ് സ്റ്റൈൽ കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ ഒരു നല്ല വശം. ടൈം സേവിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യമായിട്ട് ഈ കർസീവ് ലെറ്റേഴ്സ് എഴുതാൻ ശീലിച്ച് തുടങ്ങിയത്. കാരണം പെട്ടെന്ന് വേഗം എഴുതി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്യാപ്പിട്ട് എഴുതുമ്പോൾ ഒരുപാട് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ടൈം സേവ് ചെയ്തുകൊണ്ട് ഇത്തിരി സ്റ്റൈലിഷ് ആയിട്ട് എഴുതാനാണ് കർസീവ് ലെറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോഴാണ് അതെനിക്ക് ഇനിയുള്ള വീഡിയോസ് ബെറ്റർ ആക്കുന്നതിന് ഭയങ്കരമായിട്ട് സഹായിക്കും. എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി നോക്കാനെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ സഹായിക്കും. അപ്പം മറക്കാതെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എന്തായാലും അതിന് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ.
ഒന്നും കൂടെ പറയാണ്, പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസും അതുപോലെ ലൈക്സും നമ്മുടെ ചാനലിനൊരു ഭയങ്കര സപ്പോർട്ടാണ്. കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.